പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് പറയുന്ന സമയത്ത് ദേവയാനിയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരുപാട് ജോലി ഉണ്ടെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ചാൽ പോരായിരുന്നോ, ഇവള് മാത്രമല്ലല്ലോ ജോലിക്കാരിയായിട്ടുള്ളതെന്നൊക്കെ പറയുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഏട്ടത്തിനെ തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ എന്നങ്ങനെ ജലജ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അപ്പച്ചി വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന്. അപ്പോൾ അങ്ങനെയൊന്നല്ല, ഇപ്പം ഞാൻ തന്നെയാണ് കുറേ ആയിട്ട് തോറ്റുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഒരു സമയത്ത് വീട് വിട്ട് പോകാൻ നിന്നത്. എൻ്റെ വാക്കിന് ഇവിടെ ആർക്കും വിലയൊന്നും ഇല്ല എന്ന് പറയാണ് ദേവയാനി. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പലതും കാണേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ദേവേനെ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പം നയനയാണെങ്കിലും ഭയങ്കര സങ്കടത്തോടുകൂടി ഇങ്ങനെ നോക്കുകയാണ്. അതിനുശേഷം ആദർശ് ഇവിടെ നിന്ന് പുറത്തേക്ക് അങ്ങ് പോകും. അപ്പോൾ പിന്നീട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോളാണോ മീനാക്ഷിനെ വിളിച്ചു വരുത്തിയെന്ന്. അപ്പം ഞാനല്ല എന്ന് പറഞ്ഞല്ലോ മുത്തശ്ശി എന്ന് പറയും. ഇവള് വെറുതെ കള്ളം പറയാണ്, ഇതെങ്ങനെ ഏട്ടത്തി വെറുതെ വിടാനൊന്നും പോകുന്നില്ല, എങ്ങനെ നടന്ന ഏട്ടത്തിയാണ്, ഏട്ടത്തിയുടെ ഒരു ഗതികേട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വീണ്ടും അതന്നെ ഇങ്ങനെ ആ പ്രശ്നം ഇങ്ങനെ വഷളാക്കാൻ നോക്കുകയാണ്. അതിനുശേഷം ആദർശാണെങ്കിൽ ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ദേവയാനിയാണെങ്കിലും അങ്ങനെ സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അമ്മേനെ സപ്പോർട്ട് ചെയ്യാത്ത മകനെ എനിക്ക് കാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ആദർശിനോട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നീട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, അങ്ങനെ നയന ഇങ്ങനെ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇവിടെ ഒരുപാട് ജോലിയില്ലേ, അതുകൊണ്ടാണ് മീനാക്ഷി ചേച്ചി വന്നാൽ നല്ല കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവേനിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്നാലും ഞാൻ ഇങ്ങനെ മീനാക്ഷിനോട് ഇവിടെ വരണ്ടെന്ന് പറഞ്ഞല്ലേ, അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കാതെ അല്ലേ അവളെ വിളിച്ചു വരുത്തിയെന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് നീ ഇങ്ങനെ ഒരു പണിഷ്മെൻ്റ് എന്ന രീതിയിൽ അവളെ ഒരു 2-3 ആഴ്ച അവളുടെ വീട്ടിൽ കൊണ്ടാക്കുക, അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അവളുടെ അച്ഛനും അമ്മയും തന്നെ ഇങ്ങോട്ട് തള്ളി വിട്ടോളും, അപ്പോൾ കുറച്ച് അനുസരണയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ അതിന് മാത്രം വലിയ തെറ്റൊന്നും അവൾ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനാണോ തെറ്റ് ചെയ്തതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ നവീൻ നയനി വീട്ടിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ അച്ഛനും അമ്മയ്ക്ക് എപ്പോഴും പറയായിരുന്നു അവരുടെ നല്ല മരുമകളാണ് ദേവയാനി എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതുവരെ അവരെ വിഷമിപ്പിച്ചിട്ടില്ല, ജലജ വീട്ടിൽ ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും ഞാൻ അങ്ങോട്ട് പോവാറില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എന്നിട്ട് എന്നോടാണ് ഇങ്ങനെ നീ ഇങ്ങനെ സംസാരിക്കുന്നതെന്നൊക്കെ പറയാണ്. പിന്നീട് ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വയ്യാതിരിക്കുകയല്ലേ, അപ്പോൾ അവർക്ക് നയനേനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അതൊക്കെ ഒരു സങ്കടമാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ജലജയാണെങ്കിലും അതിൻ്റെ പേരിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നയനേനെ തന്നെ. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും ജലജേനെ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, നീയാണ് ഈ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നവ്യാണെങ്കിലും അതിൻ്റെ ഇടയിൽ ഇവളെങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള രീതിയിലും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അബിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇവർ ഇവിടെ പലരും ഇങ്ങനെ കൊച്ചമ്മ ചമയാൻ നോക്കുകയാണെന്നൊക്കെ ഇങ്ങനെ ജലജേൻ്റെ കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ ഞാനിങ്ങനെ അബീനെ തറപ്പിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്തിനാ അവനെ തറപ്പിച്ച് നോക്കുന്നത്, ഇതെന്തായാലും ഏട്ടത്തി വെറുതെ വിടാനൊന്നും പോണില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കനകയാണെങ്കിലും ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കനക ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കനക മനസ്സിൽ ഓർക്കുകയും ചെയ്യുന്നുണ്ട്, ഇവളാണ് ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതിന് മനസ്സിൽ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. കനക വന്ന് നിൽക്കുന്നത് ജലജ കാണും കേട്ടോ, ഇതാ വന്നല്ലോ, ഇപ്പോൾ ഈ വീട്ടിൽ നീയും നിൻ്റെ അമ്മയുണ്ട്, പിന്നെ നീ മീനാക്ഷിനെ വിളിച്ച് വരുത്തണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഞാനല്ല വിളിച്ച് വരുത്തിയെന്നൊക്കെ. അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ടായിരുന്നു, മോളല്ല എന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ അവൾ കള്ളം പറയുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്ന സമയത്ത് കനക പറയുന്നുണ്ട്, എൻ്റെ മോള് കള്ളം പറയില്ല എന്ന്. അപ്പോൾ അതെങ്ങനെ കള്ളം പറയുന്നത്, നിൻ്റെ മോളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കനകേനോടും അങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കനയ്ക്ക് അത് ഇഷ്ടാവുന്നില്ല. കനക പറയുന്നുണ്ട്, ഈ വീട്ടിൽ കള്ളം പറയുന്ന ആരാന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും. അപ്പോൾ ജലജ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നീ ആരെ ഉദ്ദേശിച്ചെന്ന്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി പറയും, ആരെ ഉദ്ദേശിക്കാനാ, നിന്നെ തന്നെ, അത് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജലജ പറയും, എൻ്റെ വായടുപ്പിക്കാൻ എന്തായാലും അമ്മയ്ക്ക് പറ്റും, എന്തായാലും ഏട്ടത്തിനോട് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കും, എന്തായാലും ഏട്ടത്തി ഇത് വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ദേവയാനിയാണെങ്കിലും ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, പോട്ടെ അവൾ എന്നോട് ചോദിച്ചില്ല, നിന്നോടെങ്കിലും മീനാക്ഷിനെ വിളിക്കുന്ന കാര്യം പറഞ്ഞോ എന്ന് ചോദിക്കും. അപ്പോൾ അമ്മ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്, മീനാക്ഷി ചേച്ചിനോട് വരാൻ പറഞ്ഞത് ഞാനാണെന്ന് പറയും ആദർശ്. അപ്പോൾ നീ ഇങ്ങനെ പല പ്രാവശ്യം അനിയനെ രക്ഷിച്ചിട്ടുണ്ട്, ഇവിടെ നീ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ പറയുന്നുണ്ട് ആദർശ്, അല്ല അങ്ങനെയാണെങ്കിൽ അമ്മ മീനാക്ഷി ചേച്ചിനോട് ചോദിച്ചു നോക്കുമെന്ന് പറയും കേട്ടോ. പിന്നീട് പറയുന്നുണ്ടായിരുന്നു, അവിടെ ഒരുപാട് ജോലികളില്ലേ, അപ്പോൾ മീനാക്ഷി ചേച്ചി മുറ്റടിക്കലും അതുപോലെ തന്നെ പാത്രം കഴുകലും മാത്രമല്ലേ ചെയ്യുന്നത്, ബാക്കി എല്ലാ ജോലിയും അതിനല്ലേ ചെയ്യുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേറൊരു ജോലിക്കാരിനെ വിളിക്കായിരുന്നല്ലോ എന്ന് പറയും. അപ്പോൾ മീനാക്ഷി ചേച്ചിയല്ലേ ഇവിടെ കാലങ്ങളായിട്ട് ജോലിക്ക് വരുന്നത്, ഈ വീടിൻ്റെ രീതികളൊക്കെ മീനാക്ഷി ചേച്ചിക്ക് അറിയാലോ, അതുകൊണ്ടാണ് മീനാക്ഷി ചേച്ചീനെ വിളിച്ചതെന്ന് പറയും. അപ്പോൾ ആ സമയത്ത് ദേവയാനിക്ക് അതൊന്നും അങ്ങ് അത്രയ്ക്ക് ഇഷ്ടമാവുന്നൊന്നുമില്ല കേട്ടോ. പിന്നീട് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ആദർശ് ഇങ്ങനെ ഞാൻ നാനിയുടെ കൂടെ നിന്നിട്ട് ഇങ്ങനെ അമ്മേനെ തള്ളി പറയുന്നുണ്ടെങ്കിൽ അതിന് ഒരു വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്, അപ്പോൾ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല, ഈ വീട്ടിലെ പലരുടെയും ചിരിച്ച മുഖം കാണാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ എൻ്റെ മരണം വരെ അമ്മയുടെ മുഖം തന്നെയായിരിക്കും എൻ്റെ മനസ്സിലുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്തവണത്തേക്ക് അമ്മ ക്ഷമിക്കണം, ഞാൻ അമ്മയുടെ കാല് പിടിക്കാന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, വേണ്ട, ഓരോന്ന് ചെയ്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ കാലൊന്നും പിടിക്കേണ്ട, എന്തായാലും ഇത്തവണ ഞാൻ ക്ഷമിച്ചു, ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറയും കേട്ടോ. എന്നിട്ട് ആദർശം അങ്ങ് പോകുന്ന സമയത്ത് അങ്ങനെ ദേവയാനി ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണ്.
അതിനുശേഷം ജലജ വീണ്ടും ഇങ്ങനെ ഈ പ്രശ്നം തന്നെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണെങ്കിലും മുത്തശ്ശി നന്നായിട്ട് വഴക്കുറയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ സ്നേഹത്തോടെ കഴിയുന്നവരെ ഇടയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെയാണ് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടത് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജലജയ്ക്ക് അത് ഇഷ്ടാവുന്നില്ല. അപ്പോൾ ജലജയാണെങ്കിലും ഇങ്ങനെ അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ദേവയാനി ഇങ്ങനെ അവിടേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മീനാക്ഷിനെ വിളിച്ചു വരുത്തിയതിൻ്റെ പേരിൽ ഇവിടെ ആരും പ്രശ്നം ഉണ്ടാക്കണ്ട, അവൾ ഇവിടെ തന്നെ നിന്നോട്ടെ എന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെന്താ ഏട്ടത്തി ഇപ്പം അങ്ങനെ ആയതെന്ന് ഇങ്ങനെ ജലജ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിൽ ഇതിൻ്റെ പേരിൽ വലിയൊരു വഴക്കുണ്ടാക്കാന്നുള്ള ഇതിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തോടുകൂടി ആ പ്രശ്നം അവസാനിക്കണം, ഇനി ഇതിൻ്റെ പേരിലാരും പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ദേവയാനി പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, ഞാനല്ല അമ്മേ മീനാക്ഷി ചേച്ചീനെ വിളിച്ചു വരുത്തിയെന്ന്, ഇനിയിപ്പോൾ ആരായാലും കുഴപ്പമില്ല, ഇത് അതോടുകൂടി ഇവിടെ തീർന്നു എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ കനകയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് നയനയോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ എന്നോട് പറയാതെ ഇങ്ങനെ ആരെയും വിളിച്ചു വരുത്താനോ അതുപോലെ തന്നെ കാശ് കൊടുക്കാനോ ഒന്നും നിൽക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നയന പറയും, ശരി അമ്മേന്ന്, ഇനിയിപ്പോൾ മീനാക്ഷി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നീ നിൻ്റെ ജോലി ചെയ്യാതിരിക്കേണ്ട എന്നൊക്കെ പറയും. അപ്പോൾ നയനയാണെങ്കിലും ദേവയാനിയോട് പറയുന്നുണ്ടായിരുന്നു, ശരി അമ്മേന്ന്. പിന്നീട് മുത്തശ്ശി പറയും, അങ്ങനെ നീ എന്തെങ്കിലും ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ മറികടന്ന മോളൊന്നും ചെയ്യില്ല എന്നിങ്ങനെ മുത്തശ്ശിയും ദേവയാനിയോട് പറയുന്നുണ്ട്. അപ്പോൾ വലിയൊരു വഴക്കുണ്ടാക്കാന്ന് നോക്കി നിന്ന ജലജയാണെങ്കിലും ആകെ സങ്കടത്തിലായി. പിന്നീട് നയന അതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ജലജയാണെങ്കിലും ദേഷ്യത്തോടു കൂടി അവിടെ തന്നെ നിൽക്കുകയാണ്, ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്നുള്ള രീതിക്ക്. പിന്നീട് നവ്യാണെങ്കിലും ഇങ്ങനെ അവിടെ ഇങ്ങനെ സോഫയിൽ ഇങ്ങനെ ഇരിക്കാവും. അപ്പോൾ ആ സമയത്ത് കനക അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കനക വരുന്നത് കാണുമ്പോൾ തന്നെ നവ്യ ഉറക്കം നടിച്ച് കിടക്കുകയാണ് കേട്ടോ. എന്നിട്ട് വന്നിട്ട് കനക അങ്ങനെ ഗുളിക കഴിക്കാനായിട്ട് പറയുമ്പോൾ എനിക്കിപ്പോൾ ഗുളികയൊന്നും വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും കനക കയ്യിലേക്ക് കൊടുത്തിട്ട് അത് കുടിക്കാനായിട്ട് പറയാനുണ്ട്. അപ്പോൾ നവ്യാണെങ്കിലും ഗുളിക വായിലേക്ക് ഇടുന്നതായിട്ട് കാണിച്ചിട്ട് അങ്ങ് വെള്ളമൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ ഗുളിക അങ്ങനെ വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് നേരെ ചെന്ന് വീഴുന്നത് ജലജയുടെ അടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ജലജ അത് കാണുന്നുണ്ട്. എന്നിട്ട് ജലജ ആ ഗുളിക എടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് ഗുളിക കൊടുത്തല്ലോ, അവളത് എന്താ കാണിച്ചതെന്ന് നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴാണ് ഇങ്ങനെ കനക അത് ശ്രദ്ധിക്കുന്നത് കേട്ടോ. അപ്പോൾ കനക അവളിങ്ങനെ ഗുളിക വലിച്ചെറിയാണ് ചെയ്തതെന്ന് പറയും. അപ്പോൾ നീ എന്താടി കാണിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നീ ഇപ്പോൾ എന്താ ഗുളിക കഴിക്കാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മനംപുരട്ടിൽ വന്നു, ഛർദ്ദിക്കാൻ തോന്നി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയും. അപ്പോൾ ഇവളെ ചില നേരത്തെ പ്രവൃത്തികൾ കണ്ടാൽ അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടോ എന്ന് സംശയമാണെന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു, പിന്നെ നിങ്ങളെന്തേ പറഞ്ഞു വരുന്നത്, അവൾ വയറ്റിൽ തലണ കെട്ടിവെച്ച് നടക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നവ്യ മനസ്സിൽ ഓർക്കുന്നുണ്ട്, അതാണല്ലോ സത്യം, ഇനിയിപ്പോൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ നടക്കാൻ പോകുന്ന അറിയില്ലല്ലോ എന്ന് പറയും. പിന്നീട് നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇതുവരെ തന്ന ഗുളികയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയട്ടോ. ഇവളിങ്ങനെ മുൻപ് കൊടുത്ത ഗുളികയൊക്കെ കഴിച്ചിട്ടുണ്ടോ എന്ന് ആർക്കറിയാമെന്ന് ഇങ്ങനെ ജലജ പറയുന്ന സമയത്താണ് നവ്യ അത് പറയുന്നത്. പിന്നീട് ഇങ്ങനെ അവൾക്ക് കള്ളം പറയാനൊന്നും ഒരു മടിയില്ലല്ലോ, നിന്റെ മോളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കനകേനെയും ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കനക പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ഇവിടെ കള്ളം പറയുന്ന നിങ്ങൾ ഒറ്റ ഒരുത്തിയാണെന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ സ്വഭാവം തന്നെയാണ് നിങ്ങളുടെ മോനെ അഭിക്കും കിട്ടിയതെന്ന് പറയും. എന്നാൽ എൻ്റെ കള്ളം പറയുന്ന മോനെ അങ്ങ് നിങ്ങളുടെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കനക പറയും, ഇനിയിപ്പോൾ അതിന് ഒന്നും പറ്റില്ലല്ലോ എന്നൊക്കെ പറയും. പിന്നീട് രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ കനയ്ക്കാണെങ്കിൽ ഇഷ്ടാവുന്നില്ല. അപ്പോൾ കനക പറയുന്നുണ്ട്, ഇതിനെ സഹിക്കാൻ വലിയ പാടാണല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ നവ്യാണെങ്കിലും പറയും, അമ്മയുടെ രണ്ടാമത്തെ മോളെ സഹിക്കാനാണ് പാടെന്ന് പറയും. അപ്പോൾ കനയ്ക്ക് അത് ഇഷ്ടാവുന്നില്ല. ഈ വീട്ടിലെ എല്ലാ ജോലിയും നൈനമോളല്ലേ ചെയ്യുന്നത്, നിനക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം അവളല്ലേ ഉണ്ടാക്കി തരുന്നത്, എന്നിട്ട് അവളങ്ങനെ കുറ്റപ്പെടുത്തരുത്, നിനക്ക് നാണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നവ്യനെ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നവ്യനെ വിളിച്ചുകൊണ്ട് പോകാനുണ്ട് അവിടുന്ന്, ഒരുപാട് ജോലി ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഒരുപാട് ജോലി ചെയ്തല്ലേ, എനിക്ക് ഒന്ന് വിശ്രമിക്കണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇനി ഒരുപാട് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങ് പോകും. പിന്നീട് നൈനിയാണെങ്കിലും ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ആദർശേട്ടൻ്റെ മനസ്സിലിപ്പോൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ, ഇനിയിപ്പോൾ ഇതും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവോ എന്നറിയില്ല, വളകാപ്പിന് മുന്നേ സത്യം തുറന്നു പറയേണ്ടതാണ്. അപ്പോൾ ഒരുത്തിയാണെങ്കിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ അമ്മ പോലും ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്നുള്ള നല്ല പ്രതീക്ഷയിലാണ് എന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആദർശ് വരുന്നുണ്ട് ഓഫീസിലേക്ക് പോകാനായിട്ട്. അപ്പോൾ എന്താ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത്, എന്നെ ഇങ്ങനെ കുപ്പിയിലാക്കാനാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഇനി എത്ര കാലം നമ്മൾ ഒരുമിച്ച് ഇവിടെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല, അങ്ങനെ ഞാൻ ഈ വീട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആദർശേട്ടനെ ചെറുതായിട്ടെങ്കിലും ഒരു വിഷമം ഉണ്ടാവുമോ, രാത്രിയിലെങ്കിലും കിടക്കുമ്പോൾ ഞാൻ വേണമെന്ന് തോന്നുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നീ ചോദിച്ചത് ഇങ്ങനെ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഇപ്പോൾ പല സമയത്തും ഇങ്ങനെ ഞാൻ ഉണരുന്ന സമയത്ത് നിന്നെ കണ്ട് ഞെട്ടിപ്പോവാണ്, അതാകുമ്പോൾ എനിക്കിങ്ങനെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇങ്ങനെ അദൃശ്യം ഇങ്ങനെ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്, ഇനിയിപ്പോൾ ഇത് ചെന്ന് മുത്തശ്ശനോട് പറയുമോയെന്ന്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കയറി വരും. എന്നിട്ട് ഞാൻ എന്നോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു നീ മനസ്സിൽ വെക്കേണ്ട കേട്ടോ, നീ പോയാൽ എനിക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ടാവും, നിന്നോട് എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട് എന്ന് പറയും. എന്നിട്ട് പിന്നീട് എന്തായാലും ഇങ്ങനെ നയന പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടൻ്റെ മനസ്സിൽ എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, എന്തായാലും ആദർശേട്ടൻ എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ കാത്തിരിക്കുന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവിടെ. എന്നിട്ട് സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നയന. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.